ഈ ലോകം നന്നാക്കാൻ ശ്രമിക്കുമ്പോഴും തനിക്ക് ചുറ്റുമുള്ളവരെ നന്നാക്കാൻ ശ്രമിക്കുമ്പോഴും ഒരിക്കൽ പോലും തന്നെ ശ്രദ്ധിക്കാത്ത ആളുകളുണ്ട് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ഒരു സെൽഫ് അനാലിസിസിന് തയ്യാറാകാതെ തന്നിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാത്ത ആളുകളുണ്ട് എന്നുള്ളതാണ്. ഫസ്റ്റ്ലി നാം ചെയ്യേണ്ടത് നമ്മളിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുക എന്നുള്ളതാണ്. നമ്മളുടെ ഉള്ളിലുള്ള വിജയത്തെ കണ്ടെത്തുക, ഒരു സെൽഫ് അനാലിസിസിന് തയ്യാറാവുക എന്നുള്ളതാണ്. എന്നാൽ നമുക്ക് വിജയം ഉറപ്പാണ് എന്നുള്ളതാണ്. നമ്മൾ എന്ന വ്യക്തിക്ക് ഒരു ലോകമുണ്ട് എന്നുള്ളതാണ്. അതൊരു ചെറിയ ലോകമാണ്. ആ ലോകത്ത് നമ്മളാണ് രാജാവ് എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളുടെ ജീവിതത്തിന്, ലൈഫിന് പുറമേ വലിയൊരു ലോകമുണ്ട് എന്നുള്ളതാണ്. അറിവുകളുടെ ഒരു ലോകം എന്നുള്ളത്. എപ്പോഴും നമ്മുടെ ജീവിതമാണ് കംഫർട്ട് സോൺ എന്ന് ചിന്തിക്കാതെ ആ പുറമേയുള്ള ലോകത്തിലേക്ക് കടക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ചില ആളുകൾ നമ്മളാകുന്ന ചെറിയ ലോകത്ത് ചുരുങ്ങിപ്പോയി ജീവിതം അവസാനിച്ച് പോകുന്നതായിട്ട് കാണാവുന്നതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നമ്മളുടെ ചുറ്റുമുള്ള ആളുകളെ നന്നാക്കാൻ ശ്രമിക്കാറുണ്ട്. ഈ ലോകത്തെ തന്നെ നന്നാക്കാൻ ശ്രമിക്കാറുണ്ട്. എന്നാൽ നമ്മളിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞ് നോക്കില്ല എന്നുള്ളതാണ് വാസ്തവം. നമ്മളിലും ഒരുപാട് പരിവർത്തനങ്ങൾ ആവശ്യമാണ്. പക്ഷെ നമ്മൾ നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു സെൽഫ് അനാലിസിസിന് തയ്യാറായിട്ട് നമ്മളുടെ അകത്തുള്ള വ്യക്തിയെ കണ്ടെത്തിയിട്ട് വിജയം ഉറപ്പാക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മൾ ശ്രമിക്കും, 1-2 ദിവസത്തിനുള്ളിൽ എനിക്ക് വിജയം വേണം, എൻ്റെ എല്ലാ കാര്യങ്ങളും നടക്കണം, അല്ലെങ്കിൽ ഏറി വന്നാൽ ഒരാഴ്ച. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ശ്രമിക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് ശഠിക്കുന്ന ആളുകളുണ്ട്. നിങ്ങൾ വളരെ വലിയ മഹാന്മാരായ ആളുകളെ എടുത്ത് നോക്കുക. അവരുടെ ചരിത്രം പരിശോധിച്ചാൽ അറിയാം, 1-2 ദിവസം കൊണ്ടോ മാസങ്ങളോ കൊണ്ടോ അല്ല അവർ വിജയിച്ചിരിക്കുന്നത്. ലൈഫ് ലോങ് ഉള്ള അവരുടെ ഇഫർട്ടാണ് അവരെ വിജയത്തിലേക്ക് എത്തിച്ചത്. എന്തുമാത്രം അവർ ഇൻപുട്ട് കൊടുത്തോ അതനുസരിച്ചുള്ള ഔട്ട്പുട്ട് അവർക്ക് ലഭിക്കുകയാണ് ചെയ്തത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ വേണ്ടത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മളുടെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അവസാനം വിജയത്തിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ്. നിങ്ങൾക്കൊരു വിജയം വേണമെങ്കിൽ ഇത് നാളെ ആകട്ടെ അല്ലെങ്കിൽ മറ്റന്നാളാകട്ടെ എന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. ഇന്ന് തന്നെ തുടങ്ങുക എന്നുള്ളതാണ്. ഇന്ന് തന്നെ നിങ്ങൾ ഇഫർട്ട് ഇട്ട് തുടങ്ങുക എന്നുള്ളതാണ്.